കൃത്യമായ ഒരു വീഴ്ച ഈ നഗരസഭയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. 6 മാസമായി കിടന്നിട്ട്. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. പലയിടത്തും ഈ വീടിന് മുന്നിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ ഇപ്പോൾ ഒരു സ്ഥിതി കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വെള്ളത്തിന് മഴ നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുള്ളതെന്നല്ലോ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അത് റോഡ് ഓടയാണത്, വെള്ളം കയറി കിടക്കണല്ല. നല്ല മൂത്തനാണല്ലേ. എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഈ കടകളിലോട്ട് വെള്ളം കയറുന്നത്, ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാത്തതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തീർന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചും. ഇതിപ്പോ റോഡ് ഓടയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മഴ തോരുമ്പോ അത് മാറും, ഓട കെട്ടും. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ. യാതൊരു ബുദ്ധിമുട്ടുമില്ല. വെള്ളം തരൂ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാതൃകയ്ക്ക് പരിഹരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്. പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തുകൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്. ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്. പകല രാത്രിയാ. 24-ാം തീയതി തീരുമെന്ന്, അതായത് മാർച്ച് 24-ന് തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. അവിടെ എന്ത് സുരക്ഷാ സംവിധാനമുണ്ട്? അതുകൂടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്ക് എത്രയും അറിയാം. ഇവിടെ ഉള്ള ആളുകൾ മാത്രമാണോ തിരുവനന്തപുരത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത്? ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകണ്ട, വേറെ കട ഉണ്ടല്ലോ. പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മൊഴിയൊന്നല്ല, ഇവൻ തന്നെ. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? ഞാൻ പോവാ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.